നമസ്കാരം. ഇന്ന് കണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയെക്കുറിച്ചിട്ടാണ്. പുതുവർഷ ദിനത്തിൽ ആദ്യ ദിനത്തിൽ തന്നെ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം കൊണ്ട് വാർത്ത സൃഷ്ടിച്ച ആളാണ് സജി ചെറിയാൻ. ആ ഒരു നന്ദി മാധ്യമങ്ങൾക്കെല്ലാം കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കുന്നത് കണ്ടു. രാഷ്ട്രീയവൽക്കരിക്കുക, മതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് രാഷ്ട്രീയ ലാഭങ്ങൾ നേടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു ഗെയിമിൽ ഏറ്റവും അധികം വിജയം നേടിയത് ഇവിടെയുള്ള CPIM ആണ്. അയോധ്യ കേസിൽ അവർ കാര്യമായിട്ട് തന്നെ കോൺഗ്രസിനെ നിർത്തി അങ്ങോട്ട് റോസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു മണിപ്പൂർ ഇഷ്യൂ പറഞ്ഞിട്ട് സഭാ മേലധ്യക്ഷന്മാർ നല്ല രീതിയിൽ അങ്ങോട്ട് ചൊറിഞ്ഞു വിട്ടു. മേലധ്യക്ഷന്മാർ ക്രിസ്തീയ സമൂഹത്തിന്റെ മുഴുവനായിട്ടുള്ള ഭാഗത്ത് നിന്ന് എന്ന് പറയുന്നത് ഇത് സഭയുടെ നിലപാടല്ല. സജി ചെറിയാൻ പറഞ്ഞ കാര്യത്തോട് ഞങ്ങൾ തീരെ യോജിക്കുന്നില്ല. മോഡി വിളിച്ച വിരുന്നിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് സഭയുടെ നയം. അതിനോടൊപ്പം സഭയുടെ ഒരു പ്രതിനിധി പറയുകയും ചെയ്തു, നമുക്ക് ഗുണമുള്ള ഗവൺമെന്റിലൂടെ നിൽക്കാനാണ് നമുക്ക് ആഗ്രഹം. ഇവർക്ക് അലോസരം ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് സംഗതികളുണ്ട്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവർ, കേരളത്തിലെ ക്രൈസ്തവർ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ട് അവരുടെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, ജോലി സംവരണം, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ട് ഏകദേശം 200-ലധികം ശുപാർശകൾ അടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കേട്ടത് ജോലിയുമായി ബന്ധപ്പെട്ട സംവരണങ്ങൾ, കൺവേർട്ടഡ് ക്രിസ്ത്യൻസ്, ദളിത് ആദിവാസി വിഭാഗത്തിലുള്ള ക്രിസ്ത്യൻസിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് മദ്രസ ടീച്ചേഴ്സിനെ പോലെ തന്നെയുള്ള ചില ആനുകൂല്യങ്ങൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർക്കും ഈ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനായിട്ടില്ല. ഇങ്ങനെയുള്ള കുറേയധികം ശുപാർശകൾ. ഏതായാലും ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് വേണ്ട നടപടികൾ ഇവിടെയുള്ള സർക്കാർ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്തീയ സമൂഹത്തിന് അത് വലിയ ഗുണമാണ് എന്നുള്ളതാണ് അവർ വാദിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് മുഴുവനായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല. ഇത് പ്രാവർത്തികമാക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന ഒരു അലംഭാവം ഇവിടെയുള്ള സഭാ നേതൃത്വം വളരെ കാര്യമായിട്ട് തന്നെ നോക്കിക്കാണുന്നതാണ്. ആ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു നീരസമുണ്ട്. അത് സഭയുടെ നേതൃത്വത്തിൽ നിന്ന് പൊളിറ്റിക്കലായിട്ട് ആ ഒരു കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു വിഭാഗത്തിന്റെ മെയിൻ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ, വേറെ ഒരു വലിയ കൂട്ട സമൂഹത്തിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഭരണപക്ഷം പാലസ്തീൻ അനുകൂല നിലപാട് അല്ലെങ്കിൽ ഹമാസ് അനുകൂല നിലപാടൊക്കെ എടുക്കുന്ന ചില സാഹചര്യങ്ങൾ കണ്ടു. ഹമാസിനെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും പോരാളികളെന്നും വിളിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു വലിയ കൂട്ടം ക്രിസ്ത്യാനികൾ വളരെ ഒഫൻഡഡ് ആവുന്ന കാഴ്ച നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, ഭരണപക്ഷ വിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ ആ ഒരു വിരുദ്ധ വികാരമൊക്കെ വെച്ചിട്ട് BJPയോട് ഒരു ചായ്വ് ഒരു വലിയ കൂട്ടം ആളുകൾക്കുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് കമന്റ് ബോക്സുകളിൽ കാണുന്നത്, ഞാൻ വളരെ ലോ ലെവലിലാണ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ലോ ലെവലിൽ തന്നെ പറയണം. വലിയ രാഷ്ട്രീയ ചർച്ചകൾ വരുത്തേണ്ട ഒരു സംഗതിയല്ല. മതം എന്ന് പറയുന്നത് പക്ക ലോക്കലാണ്. ആ ഒരു ലോക്കലായിട്ടുള്ള ചിന്താഗതി തന്നെയാണ് ഇതിന്റെ ടോപ്പിലുള്ളത്. കഴിഞ്ഞ ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ക്രിസംഗി ആടാ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഊറ്റം കൊള്ളുന്ന കുറേയധികം ആളുകളെ കമന്റ് ബോക്സിൽ കാണാനായിട്ട് സാധിച്ചു. എന്ന് പറഞ്ഞാൽ സംഘപരിവാർ അനുഭാവമുള്ള ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഈ സംഘപരിവാർ അനുകൂല ക്രിസ്ത്യാനികൾ എന്ന് വാദിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉയർത്തി പറയുന്നത് ഈ ഹമാസിന്റെയും പാലസ്തീന്റെയും ഇഷ്യൂ ഒക്കെയാണ്. ഇവിടെ കോമൺ ആയിട്ട് എടുത്തു പറയേണ്ട വേറൊരു സംഗതിയുണ്ട്. എബ്രഹാമിക് റിലീജിയൻസ് തമ്മിലുള്ള ആ ഒരു പോര്. കോമൺ ആയിട്ട് BJPക്ക് ക്രിസ്ത്യൻ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടുന്ന തരത്തിലേക്കുള്ള കുറേയധികം ചെതറി കിടക്കുന്ന കുറേയധികം കാരണങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട്. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കേട്ടതാണ്, സുരേഷ് ഗോപി മണിപ്പൂരിന്റെ കാര്യം നോക്കാൻ ആണുങ്ങളുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് വിമർശനങ്ങൾ ഉന്നയിച്ച മുഖപത്രത്തിൽ വന്ന ലേഖനത്തെ രൂപത എതിർക്കുന്നത്. അങ്ങനെ ഒരു ലേഖനം ഞങ്ങളുടെ സഭയുടെ ഒരു നിലപാടല്ല എന്ന് അവർ പറഞ്ഞു. എന്ന് വെച്ചാൽ അവർക്ക് BJPയോട് ഒരു സോഫ്റ്റ് മനോഭാവം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. ഈ BJPയോടുള്ള സോഫ്റ്റ് മനോഭാവം, ന്യൂനപക്ഷ മതങ്ങൾക്ക് BJPയോടുള്ള സോഫ്റ്റ് മനോഭാവം, ഇങ്ങടേക്കുള്ള ഒരു ചായ്വ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഭരണപക്ഷ നേതൃത്വത്തിന് വലിയ അലോസരമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇനി സജി ചെറിയാൻ പറഞ്ഞ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂട്ടത്തിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. ചില ബിഷപ്പുമാർക്കൊക്കെ പ്രത്യേക രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാർ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങായിട്ട് വാറ്റിയ സാധനവും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളം അടക്കുന്ന സംസ്ഥാനത്ത് BJPക്ക് സീറ്റ് കിട്ടണം, അതിനാണല്ലോ വിളിച്ചത്. അല്ല, ഇവരുള്ള സ്നേഹം കൊണ്ടല്ലോ. ഈ പോയ ആളുകൾ ഒരു വാക്ക് ആ മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു. പറയാനുള്ള ആർജവുണ്ടോ? ഒരു ആർജവുമില്ല. എന്നിട്ട് BJPക്കാരന്റെ ഭീഷണിയുടെ മുമ്പിൽ, സംഘപരിവാറിന്റെ ഭീഷണിയുടെ മുമ്പിൽ മാലയിട്ട് ഞെളിഞ്ഞിരുന്ന് ഞങ്ങൾ BJP ആണെന്ന് പറയാൻ കഴിയുന്ന ചില പുരോഹിതന്മാരടക്കം കേരളത്തിൽ നിന്ന്. ആദ്യമായിട്ടല്ല സജി ചെറിയാൻ അത്തരത്തിൽ പക്വതയില്ലാത്ത ചില പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത്. മണിപ്പൂർ ഇഷ്യൂവിനകത്ത് ഈ മതം അത്രയധികം കൂട്ടി കലർത്തേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളത് പലപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. മണിപ്പൂരിന്റെ ചരിത്രത്തെക്കുറിച്ചിട്ട്
അറിയാവുന്ന ആളുകൾക്കറിയാം, മതം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മരണപ്പെട്ട വിഭാഗത്തിലുള്ള ആളുകൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് കൂടുതലായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. മണിപ്പൂരിന് കോമൺ ആയിട്ട് കാലങ്ങൾക്ക് മുൻപുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തൊട്ട് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാനൊരു കാഷ്വലായിട്ടുള്ള ഒരു വീഡിയോ ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. സജി ചെറിയാൻ പറയുന്ന ചില കാര്യങ്ങളിൽ യോജിക്കേണ്ടി വരും. ഒന്ന്, BJP വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിപ്പം പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതേപോലെ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽ നിന്നിട്ട് കുറേയധികം ആളുകൾ, കുടുംബങ്ങളൊക്കെ BJPയിലേക്ക് ചേക്കേറിയിരുന്നു. അത് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരാണോ അങ്ങടേക്കുള്ള ഒരു ചായ്വ് അവിടെ വ്യക്തമാണ്. മണിപ്പൂർ എന്ന് പറയുന്നത് സാധാരണ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങളൊന്നുമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒഫീഷ്യൽ കണക്കുകൾ അനുസരിച്ചിട്ട് 50-ൽ താഴെയുള്ള കൊലപാതകങ്ങളാണ്. പക്ഷേ അതിൽ 100 കണക്കിന് ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അൺഒഫീഷ്യൽ കണക്കുകൾ. അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇപ്പോൾ സഭ നോക്കുന്നത് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ യൂസഫ് അലി വന്നിട്ട് പറയുകയുണ്ടായി, BJP ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളൊക്കെ കാര്യമായിട്ട് തന്നെ ഇന്ത്യയിൽ ഡെവലപ്ഡ് ആവുന്നതെന്നുള്ളത്. സഭയ്ക്കും അത്തരത്തിൽ കുറേയധികം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് BJP അനുഭവമാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള നടപടി. അത് തന്നെയാണ് വിശ്വാസികൾക്ക് ഗുണകരമായിട്ടുള്ളത്. വിശ്വാസികളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത്, സഭാ നേതൃത്വത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം അവർക്ക് നിലനിൽപ്പിന് BJP സപ്പോർട്ട് ചെയ്യാതെ വരെ വഴിയില്ല. അങ്ങനെ ചെയ്യുന്നതിനകത്ത് ബിസിനസ് പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് റൈറ്റ് ഡിസിഷൻ. ഇനി അതിനോട് ബിഷപ്പ് പ്രതികരിച്ച വീഡിയോ ഉണ്ട്. സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്ത് അവരെ വിമർശിക്കുമ്പോൾ പോലും ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെ സഭ്യമായിരിക്കണം. കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച വിധം മാന്യമായ പദങ്ങൾ കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുണ്ട്. അത്തരം വിമർശനങ്ങളാണ് ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രോമാഞ്ചം ഉണ്ടായി, വൈൻ കുടിച്ച രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് മെത്രാന്മാരെന്ന രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനായിട്ട്. അദ്ദേഹം ഒരു മന്ത്രിയാണ്, സാധാരണക്കാരനല്ല. അപ്പോൾ ഔന്നിത്യം ഉള്ള സ്ഥാനത്തിരിക്കുന്ന ആൾ ഔന്നിത്യത്തിന് യോജിച്ച വിധം പ്രതികരിക്കണം. അല്ല, KCBC തന്നെ നടത്തിയ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ച് ശ്രീ KT ജലീൽ മുൻ മന്ത്രി ഒരു പ്രസ്താവന നടത്തി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കൊക്കെ അവരുപയോഗിക്കുന്ന നിഘണ്ടു എല്ലാം ഒന്നാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്തരം നിഘണ്ടു ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അത്തരം നിഘണ്ടുകൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. എങ്കിലും സംസ്കാരമുള്ളൊരു സമൂഹത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വളരെ ഔചിത്യപൂർണ്ണമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം വിമർശനങ്ങൾ ഉന്നയിക്കാൻ. സംസ്കാരം കാര്യമായിട്ട് തന്നെ ഉള്ളതുകൊണ്ടാണല്ലോ സാംസ്കാരികം കൈകാര്യം ചെയ്യാനായിട്ട് കൊടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും കേൾക്കുന്ന സമയത്ത് അറിയാം. അത് ഏതൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ രീതിയിൽ നോക്കിയാലും ഇവിടെ ഒരു വലിയ കൂട്ടം ആളുകൾ ഫോളോ ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മേലധ്യക്ഷന്മാരെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് കുറച്ചൊക്കെ ബഹുമാനമാവാം നിലനിൽപ്പിന് വേണ്ടിയെങ്കിലും. അപ്പോൾ ആ ഒരു ബഹുമാനം ഇല്ലാത്തതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് KCBCയുടെ പല ആളുകളും വന്നിട്ട് പ്രതികരിക്കുന്നുണ്ട്. എനിക്ക് ഇവരെ കുറിച്ചിട്ടൊന്നും നമ്മൾ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് അറിയില്ല. ഇങ്ങനെ വന്നുള്ള പ്രതികരണങ്ങൾ കാണുന്ന സമയത്താണ് ഇവരിതിൻ്റെ മെയിനായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഗുഡ്നസ് TV, ഷെഖീന ടെലിവിഷനൊക്കെ കാര്യമായിട്ട് തന്നെ ഇത് ഷെയർ ചെയ്യും. കാരണം അവരുടെ ഒരു തീവ്ര നിലപാട് നമുക്കറിയാം. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ഇവരിൽ നേരത്തെ ഹിന്ദുക്കൾക്കിടയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തീവ്ര ഹിന്ദു, മൃദു ഹിന്ദു, നിഷ്പക്ഷ ഹിന്ദു എന്നുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും അങ്ങനെ തന്നെയാണ്. തീവ്ര ക്രിസ്ത്യൻസ്, മൃദു ക്രിസ്ത്യൻസ്. സാധാരണ വിശ്വാസികൾക്ക് ഒത്തിരിയധികം പ്രശ്നങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു രീതി, അതിനോട് പ്രതികരിച്ചിരിക്കുന്ന ആളുകളുടെ കമന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നിപ്പോകും. അതിലേക്ക് പോകാം. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്തുമസ് വിരുന്നിന് ക്രൈസ്തവ നേതാക്കളെ ക്ഷണിച്ചതറിഞ്ഞ് ഒരു സാധാരണ വിശ്വാസിയെ എനിക്ക് പോലും രോമാഞ്ചമുണ്ടായി. കാരണം എന്താണെന്നോ, ക്രൈസ്തവർക്ക് വേണ്ടി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കളെയും വിളിച്ചത് ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാര് AKG സെന്ററിലേക്കോ RSS കാര്യാലയത്തിലേക്കോ BJPയുടെ ആസ്ഥാനത്തേക്കോ അല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പൗരന്മാരായ ക്രൈസ്തവരെയാണ് തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ക്രിസ്തുമസ് ആഘോഷത്തിന് വേണ്ടി വിളിച്ചത്. ഇന്ത്യയുടെ പൗരന്മാരെന്ന നിലയിൽ അത് പോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ പോകുക തന്നെ ചെയ്യും. ഇനിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ പോകും. അതിന് AKG സെന്ററിന്റെ സർട്ടിഫിക്കറ്റോ പോളിറ്റ് ബ്യൂറോയുടെ അനുമതിയൊന്നും ആവശ്യമില്ല. പിന്നെ മണിപ്പൂർ നടന്ന കാര്യം, മണിപ്പൂർ മാത്രമല്ല ഛത്തീസ്ഗഡും ഒറീസയും ഗുജറാത്തും ഒന്നും ഞങ്ങൾ മറക്കില്ല. ക്രൈസ്തവ പിന്നോക്കാവസ്ഥ പഠിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി നിയമിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നതും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാത്തതും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ക്രൈസ്തവരുടെ എല്ലാ പ്രതിഷേധങ്ങളെയും മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി ആരും അറിയാതെ അബ്ദുൾ റഹ്മാന് കൈമാറിയതും
KT ജലീൽ എന്ന മുൻ സിമി തീവ്രവാദി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ ന്യൂനപക്ഷ പ്രീണനങ്ങളും KFCM DFCയെ ഒരു പ്രത്യേക മതന്യൂനപക്ഷത്തിന്റെ വകുപ്പാക്കി മാറ്റിയതുമൊന്നും ക്രൈസ്തവരെ മറക്കില്ല. ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ചെമ്പും ബിരിയാണിയും ഡിപ്ലോമാറ്റിക് ബാഗേജിലുള്ള സ്വർണമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനത്തെ മറന്ന് തീവ്രവാദികൾക്ക് കൊടപിടിച്ച നിങ്ങളെ എങ്ങനെയാ ഞങ്ങൾക്ക് മറക്കാൻ വേണ്ടി പറ്റുക? മലയോരവാസികളെ കാട്ടുമൃഗങ്ങൾക്കും കർഷകരെ പട്ടിണിക്കും തീരദേശവാസികളെ കോർപ്പറേറ്റുകൾക്കും വേണ്ടി വിട്ടുകൊടുത്ത നിങ്ങളെ ഇവിടുത്തെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റുമോ സഖാവേ? പാർട്ടി ഓഫീസുകളെ യൂണിവേഴ്സിറ്റികളാക്കിക്കൊണ്ട് PhD സർട്ടിഫിക്കറ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ വിതരണം ചെയ്യുന്ന നിങ്ങളുടെ നിലപാടുകൾ, സർക്കാർ സർവീസുകളിൽ പാർട്ടി ഗുണ്ടകളെ മാത്രം തിരികെ കയറ്റിക്കൊണ്ട് നടത്തുന്ന നിയമനങ്ങൾ, ഇവിടുത്തെ സാധാരണ യുവജനങ്ങൾ മുഴുവൻ ദേശം വിടാൻ നാട് വിടാൻ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ നയവും തൊഴിൽ നയവും ഒക്കെ എങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ വേണ്ടി പറ്റും? ഒരു കാര്യം മാത്രം പറയാം, ക്രൈസ്തവ സമൂഹത്തെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും പൊതുസമൂഹത്തെ അവഹേളിച്ചും അടിമകളാക്കി വെക്കാമെന്നുള്ള നിങ്ങളുടെയൊക്കെ തീരുമാനമുണ്ടല്ലോ, നയങ്ങളുണ്ടല്ലോ, അതൊന്നും ഇനി നടക്കില്ല. സജി ചെറിയാന്റെ ആ ഒരൊറ്റ പ്രതികരണത്തോടെ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമുക്കൊരു വ്യക്തമായിട്ടുള്ള പിക്ചർ കിട്ടി. സഭയുടെ ഒരു നിലപാട് എന്താണ്, സഭയുടെ ഒരു ചായ്വ് എന്താണ്? പലപ്പോഴും തുറന്ന് പ്രതികരിക്കാനായിട്ട് റെഡിയാവാത്ത സഭയെ ഇങ്ങനെ സമ്മർദ്ദങ്ങളിൽ കൂടെ പ്രതികരിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതിൽ സജി ചെറിയാന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇതാണ് സഭയുടെ ഒരു നിലപാട്. അതിനകത്ത് തീവ്രം മൃദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയില്ല. എന്താണെങ്കിലും നിഷ്പക്ഷരായിട്ടുള്ള ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന വിശ്വാസി സമൂഹം ഒരു വലിയ കൂട്ടം ആളുകൾ മണിപ്പൂരിനെ കുറിച്ചിട്ട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങളിൽപ്പെട്ടവരല്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചു. ഇത് അടിസ്ഥാനപരമായിട്ട് മതവർഗീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ഹെയ്റ്റുകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പല ഡിസ്കഷൻസ് വരുന്നുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രാതിനിധ്യം കൂടിയതുകൊണ്ട് ഉണ്ടാവുന്ന ചില സംഭവങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.